ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് പൈനാപ്പിൾ കൊണ്ട് പൈനാപ്പിൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പൈനാപ്പിൾ കൊണ്ട് ഒരു ജ്യൂസ്, ഒരു ഷെയ്ക്ക് ഇതൊക്കെയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ പൈനാപ്പിൾ പിന്നെ സ്വല്പം പഞ്ചസാരയും കൂടി ഇട്ട് നമ്മൾ ജ്യൂസിൻ്റെ അകത്ത് ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ഇത് ഞാൻ പൈനാപ്പിൾ ഇപ്പോൾ ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് പിന്നെ അടിച്ചെടുത്തുകൊണ്ട് വന്നതാണ്, ജ്യൂസാക്കിക്കൊണ്ട് വന്നതാണ്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. ഇത് ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. സ്വല്പം ഐസ് ക്യൂബും കൂടെ നമുക്കിതിൻ്റെ അകത്തോട്ട് ഇടാം. ഇത് നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ജ്യൂസാണ്. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ അകത്ത് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അല്ല, പഞ്ചസാര ചേർക്കണമെന്നുണ്ടെങ്കിൽ, ഇച്ചിരി കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി തേൻ ഇതിൻ്റെ അകത്ത് ഒഴിച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് ആദ്യത്തെ ജ്യൂസ് ഉണ്ടാക്കാം. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് ഇച്ചിരി പാല് ചേർത്ത്, ഈ പൈനാപ്പിൾ ജ്യൂസിൻ്റെ അകത്ത് തന്നെ ഇച്ചിരി തണുത്ത പാലും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. കുറച്ച് പൈനാപ്പിൾ എടുത്ത് അതിൻ്റെ അകത്തൊരു 1/2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ജ്യൂസ് ഒന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മൾ ഈ ഗ്ലാസിൻ്റെ അകത്ത് അര ഗ്ലാസ് പൈനാപ്പിൾ എടുത്തു, 1/2 ഗ്ലാസ് പാലും കൂടെ എടുത്തും വെച്ച് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അടിച്ചെടുത്തതാണ് ഇത് പാലിൻ്റെയും കൂടെ ആകുന്നുണ്ടെങ്കിൽ വേറൊരു ഫ്ലേവറാണ് നമുക്ക് വരുന്നത്, വേറൊരു രുചി നമുക്ക് കിട്ടും. അതിൻ്റെ അകത്ത് ഇച്ചിരി ഐസ് ക്യൂബും കൂടി ഇട്ട് കഴിയുന്നതന്നെ ഇത് നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. ശകലം പഞ്ചസാര വേണ്ടിയവർക്ക് സ്വല്പം ഉപയോഗിക്കുക, അല്ലാത്തവർ ശകലം തേൻ ഉപയോഗിക്കുക. ഇത് രണ്ടാമത്തെ ജ്യൂസ്. ഇനി നമുക്കൊരു ഷേക്ക് പോലെ എടുക്കാം, പൈനാപ്പിൾ ഷേക്കിന് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തു. ഗ്ലാസിൻ്റെ അകത്ത് ഇത് പൈനാപ്പിളും പൈനാപ്പിളും ഒരു 1/2 ഗ്ലാസ് സ്വല്പം കുറച്ച് പാലും ഐസ്ക്രീമും കൂടെ, ഇച്ചിരി പഞ്ചസാരയും ഐസ്ക്രീമും കൂടെ അടിച്ചെടുത്തതാണ് ഇത്. പാലും പഞ്ചസാരയും ഐസ്ക്രീമും പൈനാപ്പിളും ഇതെല്ലാം കൂടെ അടിച്ചെടുത്തത് നമുക്ക് ഗ്ലാസ്സിനകത്തോട്ട് ഒഴിക്കാം. ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. അതിൻ്റെ അകത്ത് നമുക്കൊരിച്ചിരി, ഇത് പിസ്തായുടെ ഐസ്ക്രീമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഉപയോഗിക്കാം. വാനിലയുടെ വേണേലും ചോക്ലേറ്റിൻ്റെ വേണേലും. ഇത് പിസ്തായുടെ ഐസ്ക്രീമാണ്. ഇതിൻ്റെ പെണ്ടയ്ക്കോട്ട് സ്വല്പം ഇടുക. സ്വല്പം ഐസ്ക്രീം ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നട്ട്സോ ബദാമോ ഇങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് പൊടിക്കാം. ഇത് പക്ഷേ ഞാൻ പൊടിച്ചത് ഇച്ചിരി കൂടിപ്പോയി, ഇത്രയും പൊടിയുണ്ട്. അതും കൂടി ഇച്ചിട്ട് മുകളിലോട്ട് ഇടുക. ഒരു സ്വല്പം മുകളിലോട്ട് ഇടുക. ഇത് കേട്ടോ, പൈനാപ്പിൾ ഷേക്കായി. ഇങ്ങനെ നമുക്ക് പല വിധത്തിൽ നമുക്ക് ഒരു പൈനാപ്പിൾ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് പല വിധത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് ആദ്യത്തേത് ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പഞ്ചസാരയും ഒരു ഇച്ചിരി പാലും കൂടെ ഒഴിച്ചുണ്ടാക്കി. പാലും കൂടെ ഒഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പൈനാപ്പിൾ തന്നെയാകുന്നുണ്ടെ അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല. പാലും കൂടെ ഒഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇച്ചിരി മധുരം കൂടെ ആവശ്യം വരും. പിന്നെ ഇതിൻ്റെ അകത്തും ഐസ്ക്രീം ഇടുന്നത് കൊണ്ട് മധുരത്തിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. നല്ലതായിട്ട് മധുരം വേണ്ടിയവർക്ക് മാത്രം ഇതിട്ടാൽ മതി. ഇതുണ്ട് ഷേക്ക്, നല്ല അടിപൊളി ഒരു ഷേക്ക് ഉണ്ടാക്കി. ഇതിൻ്റെ അകത്ത് നമുക്ക് ഐസ്ക്രീം ഏത് ഫ്ലേവർ വേണമെങ്കിലും ഇടാം. ഇങ്ങനെ നമ്മുടെ ഇഷ്ടമനുസരിച്ച്, നമ്മുടെ ഇതനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു പൈനാപ്പിൾ കിട്ടുവാണെങ്കിൽ അത് ജ്യൂസുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി പുതിനയിലയും മല്ലിയിലയൊക്കെ ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ വേറൊരു രുചിയിലേക്ക് അത് വരും. അങ്ങനെ നമുക്കിഷ്ടമുള്ള ഫ്ലേവറിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതുപോലെ എല്ലാ ഫ്രൂട്ട്സും ഇതുപോലൊക്കെ നമുക്ക് ഓരോ ഫ്ലേവറിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് ഇങ്ങനത്തെ 3 ജ്യൂസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ പൈനാപ്പിൾ ഷേക്കിൻ്റെ അകത്ത് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇടണം കേട്ടോ, എന്നാലും നല്ല തണുപ്പ്, നല്ല ടേസ്റ്റായിട്ട് വരികയുള്ളൂ. രണ്ടുപേരും നോക്കി, കൊള്ളാമോ നോക്കി. കൊള്ളാമോ? എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.